ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. തൃശൂർ അതിരൂപത സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നു. ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതയോടെ സമീപിക്കണമെന്നുള്ള ഒരു സർക്കുലറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു. ഈ മാസം 25-ന് തൃശൂരിൽ സമുദായ ജാഗ്രതാ സമ്മേളനം ചേരുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഈ തൃശൂർ അതിരൂപത പുറത്തിറക്കിയ സർക്കുലറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? വിശദാംശങ്ങൾ. ഇക്കഴിഞ്ഞ 9-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇടവകകൾക്കായി തൃശൂർ അതിരൂപത പുറത്തിറക്കിയത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ദേശീയ പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ സർക്കുലറിൽ പ്രകാരം പറയുകയാണെങ്കിൽ സാമുദായിക ജാഗ്രതാ സമ്മേളനം, അത്തരത്തിലൊരു സമ്മേളനം വിളിച്ചിരിക്കുകയാണ് തൃശൂർ അതിരൂപത. ഈ മാസം 25-ന് തൃശൂർ സെന്റ് തോമസ് കോളേജിലാണ് ഈ സമുദായ ജാഗ്രതാ സമ്മേളനം ചേരുന്നത്. ഇതിന് മുന്നോടിയായി ഈ സമുദായ ജാഗ്രതാ സമ്മേളനത്തിന് മുന്നോടിയായി 18-ന് സാമുദായിക ജാഗ്രത ദിനമായി ആചരിക്കാനും ഇടവകൾക്കായി പുറത്തിറക്കിയ ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. സഭ പുറപ്പെടുവിച്ച സർക്കുലർ രാജ്യത്താകമാനം മത ന്യൂനപക്ഷങ്ങളും അതുപോലെ പിന്നോക്ക ജനവിഭാഗങ്ങളും നേരിടുന്ന സാഹചര്യം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ പേരെടുത്തിട്ടുള്ള ഒരു വിമർശനം ഈ സർക്കുലറില്ല. അതേസമയം കേരള സർക്കാരിനെ നിശിതമായും വിമർശിക്കുന്നുമുണ്ട്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് KB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നൊരു വിമർശനം ഈ സർക്കുലറിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. രാജ്യത്തെ മത ന്യൂനപക്ഷങ്ങളും അതുപോലെ പിന്നാക്ക ജനവിഭാഗങ്ങളും കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണമെന്നാണ് ഈ സർക്കുലറിലൂടെ ഒരു നിർദ്ദേശം വെക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനാണ് ഈ വരുന്ന 25-ന് ഇത്തരത്തിലൊരു സമ്മേളനം വിളിച്ച് ചേർത്തിട്ടുള്ളത്. മാത്രമല്ല രാജ്യത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുള്ള അതുപോലെ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഈ സർക്കുലറിലൂടെ പറയുന്നുണ്ട്. നിലവിൽ ഈ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുണ്ടെന്നും ഇടവുകൾക്കായി അതിരൂപത പുറത്തിറക്കിയ കഴിഞ്ഞ 9-ാം തീയതി പുറത്തിറക്കിയ ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ഒരുപക്ഷെ രാഷ്ട്രീയ നിലപാട് എടുത്തേക്കാം ഈ വരുന്ന സമ്മേളനത്തിൽ. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ മാസം 25-ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ഇത്തരത്തിലൊരു സമ്മേളനം വിളിച്ചു നടത്തി. ഈ സമ്മേളനത്തിൽ ബിഷപ്പുമാരും അതുപോലെ അൽമായരും തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ഉൾപ്പെടെ രാഷ്ട്രീയ മത വിഭാഗങ്ങളിൽപ്പെട്ട സാമുദായിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. സുധി, വ്യക്തമാണ്. ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ ജാഗ്രതയോടെ സമീപിക്കണമെന്ന് തൃശൂർ അതിരൂപത സർക്കുലർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചിരിക്കുന്നു. ഈ മാസം 25-ന് തൃശൂരിൽ സമുദായ ജാഗ്രതാ സമ്മേളനം ചേരുന്നതാണ്. സമ്മേളനത്തിന് മുന്നോടിയായി 18-ന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാനും ഇടവകകൾക്കായി പുറത്തിറക്കിയ സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി നൽകിയത്.